വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ജ്വല്ലറി ഹാളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് ബാംഗിൾസിൻ്റെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാംഗിൾ സെറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്, നമ്മൾ ഏതൊരു മാരേജ് ഫംഗ്ഷനോ ഒക്കെ പോവുകയാണെങ്കിലും നമുക്ക് കൈ നിറയെ ബാംഗിൾസ് ഇടുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരുവിധം ഔട്ട്ഫിറ്റിലേക്കൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഗോൾഡൻ കളർ, ഓക്സിഡൈസ്ഡ്, സിൽവർ, അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ ഓരോരോ ബാംഗിൾ സെറ്റ്സ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഏതാണെന്ന് എനിക്കറിയാം, ഞാൻ റാൻഡം ആയിട്ടാണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ വരുന്ന ബാങ്കിളാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് 2-4 ആണ്. അതാണ് ഇതിൽ ഏറ്റവും ചെറിയ സൈസ്. എനിക്ക് കുറച്ച് ലൂസാണ്. പിന്നെ ഇങ്ങനത്തെ ബാങ്കിൾസ് നമ്മൾ കുറച്ച് ലൂസിലിട്ടെന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബാങ്കിൾ. ഇതിന്മേൽ ബ്ലാക്ക് കളർ മുത്താണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സിൽവർ കളറിൽ നമുക്കിങ്ങനെ ബ്ലാക്ക് കളർ, സിൽവർ കളറിൽ നമുക്കിങ്ങനെ ബ്ലാക്ക് കളർ മുത്താണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു മോഡൽ വരുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 4, 5, 6, 7, 8, 9, 10, 11, 12 ആണ് കിട്ടുന്നത്. 12 എണ്ണത്തിന് നമ്മൾ കൊടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 സംതിങ് ആണ്. എന്തായാലും വേർത്താണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ മൾട്ടി കളർ വരുന്നതുണ്ട്. അതായത് ഇതിലിപ്പോൾ മൊത്തം ബ്ലാക്ക് അല്ല വരുന്നത്. അപ്പോൾ അതിന് പകരം പല പല കളേഴ്സ് വരുന്ന മുത്തുകളുള്ള അങ്ങനത്തെ മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബ്ലാക്ക് കളറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുവിധം ഔട്ട്ഫിറ്റിലേക്കൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്താണ്. നമുക്ക് 12 ബാംഗിൾസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഇടണ്ടെങ്കിൽ നമുക്കൊരു 6 എണ്ണമൊക്കെ അങ്ങനെ മതി, അല്ലെങ്കിൽ 8 എണ്ണം മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ 12 എണ്ണം ഇടുന്നത് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കത് വേറെ രീതിയിൽ പല രീതിയിലും വേറെ ബാംഗിൾസ് വാങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഈ റിവ്യൂ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ബാംഗിൾസിൻ്റെ റിവ്യൂ നോക്കുന്ന സമയത്ത് അവർ ഇതിൻ്റെ ഇടയിൽ വേറെ കളേഴ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസാണ് അങ്ങനെ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സെറ്റ് വാങ്ങിയിട്ട് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തിട്ട് നമുക്ക് വേറെ കളേഴ്സ് വാങ്ങിയിട്ട് നമ്മളുടെ ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാങ്കിളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ലൂസാണ്. എനിക്ക് ശരിക്കും 2-2 ഒക്കെ മതിയാവും. എന്തായാലും ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ വലിയൊരു ബോക്സാണ് കേട്ടോ. ഇതിന് 270 റുപ്പീസ് അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ വേർത്താണ് കേട്ടോ, കാരണം അത്രമാത്രം ബാംഗിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് 24 ബാംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ബാംഗിൾസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 2 സെറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് തന്നെ ഇങ്ങനെ 2 സെറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ 2 സെറ്റായിട്ടാണ് വരുന്നതെന്ന്. എന്നാൽ ഇങ്ങനെ 2 സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് 270 റുപ്പീസിന്. അപ്പോൾ നമുക്ക് ഒരു സെറ്റിന് 130 ഒക്കെ ആയിരിക്കും വരിക, 135 ഒക്കെ ആയിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നമുക്കിപ്പം സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഒന്ന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കാരണം നമുക്കൊന്നും മതിയല്ലോ. അപ്പം ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ബബിൾ റാപ്പിൽ ഒരുപാട് റോൾ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെയാണ് നമ്മളുടെ ബാംഗിൾസ്. അപ്പോൾ ബാംഗിൾസിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിമേലാണ് ഈ ബാംഗിൾസ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിമേൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിമിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അവരെന്താണ് കറക്റ്റ് ഇത് കോടിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് 17 or 18 എങ്ങാണ്ടും ഉണ്ട് കേട്ടോ ഒരു സെറ്റിൽ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഓരോന്നിലും ഓരോ ഡിസൈനാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മെയിൻ ബാങ്കിൾ വരുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-4 എടുത്തോണ്ട് എനിക്ക് കുറച്ച് ലൂസാണ്. പിന്നെ നമ്മളുടെ നോർമലായിട്ടുള്ള വളകൾ വരുന്നുണ്ട്. പിന്നെ അതങ്ങനെ പല പല മോഡലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ല നമുക്കിനിപ്പം ഇത് 2 മാത്രം ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ ഇടുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്റ്റൈലിഷാണ്.
അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് 2 പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് മാമഅർത്തിന്റെ ഹൈഡ്രാ ഗ്ലോ CC സെറം ആണ്. ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, SPF 30 ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൺ പ്രൊട്ടക്ഷനും കിട്ടുന്നതായിരിക്കും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ ടോട്ടൽ 3 ഷെയ്ഡാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് നമ്മൾ മാമഅർത്തിന്റെ സെറം ഫൗണ്ടേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടോട്ടൽ 9 ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ CC ക്രീമിൽ ഒരുപാട് ഷെയ്ഡ് ഓപ്ഷൻസ് ഒന്നും നമ്മൾ പൊതുവെ കാണാറില്ലല്ലോ. ഇത് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരും, മെയ്ഡ് സേഫ് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു പാക്കേജിങ് വരുന്നത്. നമ്മളുടെ സെറം എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണോ നമ്മളുടെ സെറം അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഫില്ലർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ പാറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക് കൊടുക്കാം. ഇതിനകത്ത് വൈറ്റമിൻ സിയും ഹൈലൂറോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിന് വളരെയധികം ബെനിഫിഷ്യൽ ആണ് കേട്ടോ. ഇത് നമ്മളുടെ സ്കിന്നിന് ഒരുപാട് കവറേജ് ഒന്നും തരില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള കവറേജ് ആണ് തരുന്നത്. പിന്നെ നമ്മളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യൂല കേട്ടോ. അപ്പൊ നമുക്കിത് നല്ല രീതിയിൽ തന്നെ പാറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെ ലൈറ്റ് കവറേജ് ആണെങ്കിൽ പോലും നമ്മളുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ മേലെ ഞാൻ പൗഡർ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, കാരണം എന്റേത് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആക്കി അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്, അല്ലാതെ ഭയങ്കര ഗ്രീസി ആവുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നിനും വളരെ നല്ല രീതിയിൽ തന്നെ ചേരും എന്നുള്ളത്. അപ്പൊ ഞാനിത് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ 3 ഷെയ്ഡാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. നമ്മളുടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വാനില എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് സ്കിൻ ടോണിന് സ്യൂട്ട് ചെയ്യുന്ന ഷെയ്ഡാണ് കേട്ടോ. രണ്ടാമത്തെ ഷെയ്ഡ് പീച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് മീഡിയം ടു ലൈറ്റ് സ്കിൻ ടോണിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു കളറാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഹണിയാണ്. ഇത് കുറച്ചും കൂടി ഡസ്കി സ്കിൻ ടോണിനായിരിക്കും സ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഷെയ്ഡ്, ഫെയർ സ്കിൻ ടോണിനാണ് കേട്ടോ സ്യൂട്ട് ചെയ്യുക. ഇത് നമ്മളുടെ രണ്ടാമത്തെ ഷെയ്ഡ് പീച്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നമ്മളുടെ മൂന്നാമത്തെ ഷെയ്ഡ് ഹണി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ ഹണി എന്ന് പറയുന്ന ഷെയ്ഡും എനിക്ക് ലൈറ്ററാണ്. അപ്പോൾ ഒന്നുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് അവർ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് മാമഅർത്തിന്റെ നറിഷിംഗ് നാച്ചുറൽ ലിപ് ചീക്ക് ആൻഡ് ഐ ടിന്റ് ആണ്. ഇതിൽ 3 ഷെയ്ഡ്സ് ആണ് കേട്ടോ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇന്നത്തെ 2 പ്രൊഡക്ട്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ലിപ് ചീക്ക് ആൻഡ് ഐ ടിന്റ് ആണ് കേട്ടോ. ഇതിൽ 3 ഷെയ്ഡാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. 01 ബീറ്റ് റെഡ് എന്ന് പറയുന്നത് ഷെയ്ഡ് വരുന്നുണ്ട്. അതിനകത്ത് വൈറ്റമിൻ സിയും ബീട്രൂട്ടും ആണുള്ളത്. 02 കോക്കോ ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡ് ഉണ്ട്. അതിൽ കോക്കോ പൗഡറും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആണുള്ളത്. ലാസ്റ്റത്തത് റോസ് പിങ്ക് ആണ് കേട്ടോ. ഇതിനകത്ത് റോസ് പെറ്റൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെയധികം പിഗ്മെന്റഡ് ആണ് ഇത്. മാത്രമല്ല എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളുടെ സ്കിന്നിൽ ഗ്ലൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, നല്ല രീതിയിൽ തന്നെ ഗ്ലൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് പിങ്കും അതുപോലെ തന്നെ ബീറ്റ് റെഡും എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ചെയ്യുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്രൗൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗൺ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ സ്കിന്നിൽ ആ ഒരു ന്യൂഡ് ഷെയ്ഡ് ബ്ലഷ് ആയിട്ടും അതുപോലെ തന്നെ ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല, ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഷെയ്ഡ് നിങ്ങൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ബീറ്റ് റെഡ്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ചെറിയൊരു മിററും അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പിഗ്മെന്റഡ് ആണ്. ഇനി അടുത്തത് കൊക്കോ ന്യൂഡാണ്. ഈ കൊക്കോ ന്യൂഡും നല്ല പിഗ്മെന്റഡ് തന്നെയാണ്, പക്ഷെ എൻ്റെ സ്കിന്നിൽ അങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല. കുറച്ചും കൂടി ലൈറ്റർ സ്കിൻ ടോൺ ആണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചേരും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് റോസ് ആണ്. ഇതും നല്ലൊരു ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ 2 പ്രൊഡക്ട്സും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും അതുപോലെ തന്നെ മാമഅർത്തിന്റെ ഒഫീഷ്യൽ ആപ്പിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ മാമഅർത്തിന്റെ ഒഫീഷ്യൽ ആപ്പിൽ നിന്ന് ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡായിട്ടുള്ള ഷംന 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല മാമഅർത്തിന്റെ ആപ്പിൽ നിന്ന് ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് അവരൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ്.
മോട്ടീവ് അതിലേക്കും കൂടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഷെയ്ഡ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, നമുക്ക് സ്യൂട്ട് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോറിലും ഈ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മാമഅർത്തിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ് മാമഅർത്ത്. അവർ എത്രമാത്രം പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ ഇരട്ടി പ്ലാസ്റ്റിക് അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡും കൂടിയാണ്. അതിലുപരി ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മളുടെ നെക്സ്റ്റ് സെറ്റ് നമ്മളിപ്പോൾ 2 കണ്ടത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കളറിൽ വരുന്നതാണ്. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഗോൾഡൻ കളർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഞാൻ എടുത്തിട്ടുള്ള സൈസ് 2-4 ആണ്. ഞാൻ പറഞ്ഞല്ലോ 2-4 ആണ് ഏറ്റവും ചെറിയ സൈസ്. അപ്പോൾ ഇതിൽ 2 സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്ക് കുറച്ചും കൂടി ഒരു 2-4 ആണെങ്കിലും കുറച്ചും കൂടി ഒരു ഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സംഭവം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ 2 സെറ്റ് നമുക്ക് കിട്ടും കേട്ടോ. 6 അങ്ങനെ നമുക്ക് 12 പീസാണ് ഇതിൽ വരുന്നത്. ഇതും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഇങ്ങനത്തെ 2 വരുന്ന ഈ ഒരു ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, കോഡ് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഇടണമെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഇതെന്താ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല കനമുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമ്മളുടെ നോർമൽ മെറ്റൽ ബാങ്കിളാണ് അതിൻ്റെ നടുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മളുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഞാൻ ഈ കവറിന് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ കുറച്ച് പേരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 2-4 ആണെങ്കിലും ഭയങ്കര ലൂസാണ്. എനിക്ക് ഇതാ ഇവിടെ ഉണ്ട്. അതാണ് ആകെയുള്ളൊരു ഡീമറേറ്റ്. ഇതിലെൻ്റെ കറക്റ്റ് സൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയേനെ. നല്ല നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കിലുങ്ങുന്ന ജ്വല്ലറീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കിലുക്കുള്ള ടൈപ്പൊക്കെ ഇഷ്ടമാണ് എന്നെ പോലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ. ഇത് സൂപ്പർബാണ്. ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റിലേക്ക് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ബാങ്കിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ച സെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബാങ്കിൾ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.